ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാസ് വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് യു കെയിലെ പാർലമെന്റ് വിസിറ്റ് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. നമ്മുടെ മുന്നിലുള്ളത് ബിഗ് ബെന്നും ലണ്ടൻ ഐയുമാണ്. അതിനോട് ചേർന്നുള്ള ബിൽഡിംഗ് തന്നെയാണ് യു കെയിലെ പാർലമെന്റ് വെസ്റ്റ് മിനിസ്ട്രി എന്നറിയപ്പെടുന്ന ഹോളും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതുയർത്തിയ ഈ മഹാമന്ദിരം ഒരു പാലസ് ആയിരുന്നു ആദ്യകാലത്ത്. പിന്നീടത് പാർലമെന്റായി പരിഗണിക്കാനുണ്ടായത്. ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ബിഗ് ബെൻ ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന്റെ മുന്നിൽ കാണുന്ന ലണ്ടൻ ഐയും അതിനോട് ചേർന്നുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പാർലമെന്റിന്റെ ഒരു സൈഡാണ് ഇത്. ഇതുവഴിയാണ് എൻട്രൻസ് ഉള്ളത്. ഇത് അതിന്റെ ഫ്രണ്ടിലത്തെ ഏറ്റവും ഉയർന്ന ഗോപുരമാണ്. രാജകൊട്ടാരമായിരുന്നല്ലോ ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ രാജകീയ പ്രൗഢിയും ഈ ബിൽഡിങ്ങിനെ കാണാൻ സാധിക്കും. ആദ്യത്തെ ചെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഇനി നമ്മളെ ഫുൾ ബോഡി സ്ക്രീൻ ചെക്കിംഗ് ഉണ്ട്. ഏതാണ്ട് എയർപോർട്ടിലെ മാതൃകയിലാണ് ഇവിടുത്തെ ചെക്കിങ്ങുകളൊക്കെ തന്നെ. ആദ്യം പാസ് കാണിച്ച് ഇറങ്ങി വരുന്നവരാണ് കാണുന്നത്. ഞാനും അതുവഴി ഇറങ്ങി വന്ന് ഫുൾ ബോഡി ചെക്കിങ്ങിന് വേണ്ടി അകത്തേക്ക് നീങ്ങുകയാണ്. ഇത് ആണ് പാർലമെന്റിന്റെ വെസ്റ്റ് മിനിസ്ട്രി. ആദ്യകാലത്തെ പാർലമെന്റ് സമ്മേളനം നടന്നിരുന്ന ഹാളാണിത്. അതുകൂടാതെ പാർലമെന്റിലെ പ്രധാന മീറ്റിങ്ങുകളൊക്കെ തന്നെയും ഇവിടെ വച്ചാണ് നടക്കുന്നത്. അന്നൊക്കെ ഇത് വിരിച്ചൊരുക്കി കാർപ്പറ്റിട്ട് അതിഗംഭീരമായി ഭംഗിയാക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് യു കെ പാർലമെൻറ്റിൻ്റെ അകത്താണ്. നമ്മുടെ മലയാളിയായ സോജൻ ജോസഫ് ഈ വർഷമാണ് ആദ്യമായി ഒരു മലയാളി ഈ പാർലമെൻറ്റിലെത്തിയത്. ഇന്ന് ഞാൻ ഈ പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. യു കെ പാർലമെൻറ്റിൻ്റെ അകത്തെ എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയല്ല. എങ്കിലും അതിൻ്റെ എവിടെയൊക്കെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ അവിടെ നിന്നുള്ള വീഡിയോകൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. വെസ്റ്റ് മിനിസ്റ്ററുടെ ഉള്ളിലേക്ക് കയറിയാൽ ആദ്യം നമ്മളെ ആകർഷമാക്കുന്നത് കോപ്പറിൽ തീർത്തിരിക്കുന്ന ചില ലിഖിതങ്ങളാണ്. പഴയകാലത്തെ രാജാക്കന്മാരുടെ ചരിത്രങ്ങളെ ഓർമ്മിക്കുകയും അവരുടെ സ്മരണകളെ പുതുക്കുന്നതിനും വേണ്ടി ഫ്ലോറിൽ തീർത്തിരിക്കുന്ന ചില ലിഖിതങ്ങളും അവിടെയുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കഫ്റ്റേരിയയും ഒരു ഷോപ്പിംഗ് ചെയ്യാനുള്ള ചെറിയ കടയുമുണ്ട്. ഇതിൽ അവർ also survived some other trials throughout its history. It has been around for 1,000 years, so it's seen a lot. But in 1913, it suffered an infestation of the death watch beetle. It's a really nasty sounding thing, but I've realised I need to make it clear to people that it's not one giant beetle that infested the building, as some people seem to think when I tell them. Multiple beetles make it. Ticking of a clock, time. Constantly on the watch, just making sure it's not coming back. And as well as the blitz in the 1950s, this one did suffer some damage. So the window that's at the back there, stained glass, that is new because that window was blown out completely. And there is some kind of charred fire damage on the roof of that building there. It was set on fire on the walls. Look as old as it actually is. The floor has been raised by Victorians, and the walls, they've added a facade on the outside to protect it, and it looks a bit nicer. There's a shutter just up there that has a picture on the wall. You can see it's not in the greatest condition compared to the Victorian. നമ്മൾ കേട്ടത് ഇതുവരെ അവരുടെ വിശദീകരണങ്ങളായിരുന്നു. പാർലമെന്റിന്റെ മെയിൻ ഹാളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹെഡ്ഫോൺ വെച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്
ഒന്നും കേൾക്കുവാൻ സാധിക്കില്ല ഹെഡ്ഫോൺ ഇല്ലാതെ. പാർലമെന്റ് മെയിൻ ഹാളിലേക്ക് ഞങ്ങളിപ്പോൾ കയറുവാൻ പോവുകയാണ്. അതിനു മുമ്പായി 2 കൊറിഡോറുകളുണ്ട്. അതൊക്കെയും ഓരോരുത്തരുടെയും പേരിലും അതിവിശിഷ്ടമായ കലാരൂപങ്ങൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും ക്രമീകരിച്ചിരിക്കുന്നു. ഇത്ര മഹത്തായ ഒരു ബിൽഡിങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയാൻ ഉണ്ടായ സാഹചര്യവും അവരുടെ കാര്യങ്ങളുമൊക്കെയാണ് വിശദീകരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭരണകർത്താക്കളുടെ സ്തൂപങ്ങളും അവരുടെ രാജ്ഞിമാരുടെ ചിത്രങ്ങളും ഉണ്ടായിരിക്കുന്നു. അതിമനോഹരമായ കലാവിരുത് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഇതൊക്കെ തന്നെ എന്നെ ആകർഷിച്ചതും ഇത് കാണണമെന്നുള്ള മോഹം വർദ്ധിപ്പിച്ചതും. സെൻട്രൽ ഹാളിലേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. സെൻട്രൽ ഹാളിൽ 4 വശത്തേക്ക് തിരിയുന്നു. അവിടുന്ന് മറ്റ് ഹാളിലേക്ക് പോകുന്നു. ഒന്ന് ലോർഡ്സ് ഹൗസും ഒന്ന് കോമൺ ഹൗസും. റൈറ്റ് സൈഡിലായി ലോർഡ് ഹൗസും ലെഫ്റ്റ് സൈഡിലായി കോമൺ ഹാളുമാണ് ഉള്ളത്. അതായത് നമ്മുടെ തിരഞ്ഞെടുത്ത പാർലമെന്റ് അംഗങ്ങൾ ലെഫ്റ്റിലും വിശിഷ്ടമായി തിരഞ്ഞെടുത്ത ലോർഡ്സിലേക്ക് തിരഞ്ഞെടുത്തവർ റൈറ്റ് സൈഡിലുമാണ്. അതിമനോഹരമായ ചിത്രങ്ങളും മാർബിളിൽ രൂപകൽപ്പന ചെയ്ത രാജാക്കന്മാരുടെ സ്റ്റാച്യു നമുക്ക് കാണാൻ സാധിക്കും. എണ്ണിയാൽ പറയാത്ത വർണ്ണനയാണ് ഇവിടെ ഉള്ളത്. അധിക സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല. അനുവദിച്ച സമയത്തിനുള്ളിൽ എല്ലാം തന്നെ ചിത്രീകരിക്കണമല്ലോ. ഇവിടുത്തെ മാർബിളിനും ഇവിടുത്തെ ടൈൽസിനും ഒക്കെയും വളരെ പ്രത്യേകതയുണ്ട്. റോയൽ ടച്ചാണ് ഈ കാണിക്കുന്ന ടൈലിനുള്ളതെന്നാണ് അവരിപ്പോൾ പറയുന്നത്. ഈ ഹാളിന് അപ്പുറത്തേക്കുള്ള യാതൊരുവിധ റൂമുകളുടെയും വീഡിയോകൾ ചിത്രീകരിക്കാൻ നമുക്ക് നേരിട്ട് സാധിക്കത്തില്ല. എന്നാൽ അതൊക്കെ കാണുവാനും റോയൽ പാലസ് പാർലമെന്റ് ഭാഗത്തെ ഇരിപ്പിടങ്ങളും ഒക്കെയും കാണുവാൻ നമുക്ക് സാധിക്കും. വിക്ടോറിയ ഹാളും മാർഗരറ്റ് താച്ചർ ഹാളും പാർലമെന്റിന്റെ സെക്രട്ടേറിയറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. UK എന്ന് പറഞ്ഞാൽ 4 രാജ്യങ്ങൾ കൂടിച്ചേരുന്നതാണല്ലോ. ഗ്രേറ്റ് ബ്രിട്ടനും നോർത്തേൺ അയർലൻഡും സ്കോട്ട്ലാൻഡും വെയിൽസും ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഹാള് 4 വശങ്ങളിലേക്കായിട്ട് അവയെ ഓർമ്മപ്പെടുത്തി തിരിച്ചിരിക്കുന്നു. ഈ ക്ലോക്ക് കാണുന്ന സ്ഥലമാണ് സെൻട്രൽ ഹാളിലേക്കുള്ള എൻട്രൻസ്. ഈ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവർ പറയുന്നതൊക്കെയും കേൾക്കുന്നത്. ഹെഡ്ഫോൺ ഇല്ലാതെ നമുക്ക് ഇവിടെ പറയുന്നതൊന്നും കേൾക്കാൻ സാധിക്കത്തില്ല. ഈ ചിത്രങ്ങളൊക്കെയും നിങ്ങളെ എടുത്തു കാണിക്കണമെന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഫോട്ടോകൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നെ കൂടാതെ 100 കണക്കിന് വിദേശികളും ഇവിടെ ഇന്നത്തെ ടൂറിൽ വന്നിട്ടുണ്ട്. അതിമനോഹരമായ ചില ചിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത്. കലയെന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കുവാനും അത് ചെയ്യുന്നവരെ നമുക്ക് സ്തുതിക്കുവാനുമുള്ളതാണ്. ഇങ്ങനെ ഒരു കല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തെടുക്കുവാൻ നമ്മുടെ ഇന്ത്യയിലെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർത്തുപോയി. ബ്രിട്ടീഷുകാർ പണിത പുരാതന ബിൽഡിങ്ങുകളൊക്കെയും 1000 വർഷം പഴക്കം നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കെട്ടിടങ്ങൾ 50 അല്ലെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ പൊളിച്ചു കളയേണ്ട അവസ്ഥ വരുന്നു. ഇവിടെയുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെ 100ഉം 1000ഉം വർഷങ്ങളുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ സ്റ്റാച്യുവിനും ഓരോ പ്രത്യേകതകളുണ്ട്. അവയൊക്കെയും അവർ വർണ്ണിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ UK പാർലമെന്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പല രീതിയിലുള്ള ശില്പങ്ങളും ചിത്രകലകളും ഇവിടെയുണ്ട്. രാജകീയ മുദ്രകളാണ് ഈ ടൈലിൽ എന്ന് അവർ വ്യക്തമായി പറയുന്നു.
കിങ് എഡ്വേർഡിന്റെ ചിത്രങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ജനൽ ചില്ലകൾ ഒക്കെ തന്നെ അതിഗംഭീരമായ ചിത്രകലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മൾട്ടി കളർ ആയതിനെ തന്നെ ആകർഷണീയമാണ് ഇതിന്റെ ചിത്രങ്ങളൊക്കെയും കാണുന്നത്. മേൽക്കൂര കണ്ടു നോക്കൂ, മേൽക്കൂരയുടെ ഡിസൈൻ അതിഗംഭീരമായിരിക്കുന്നു. ഇത് ഇവിടുത്തെ ഷോപ്പിംഗ് ചെയ്യാനുള്ള വസ്തുക്കളാണ്. ഇനി നമ്മളുള്ളത് ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. ആദ്യമേ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഷാമ്പയിൻ നിറച്ച കുപ്പികളും മറ്റ് പാത്രങ്ങളും ഇരിക്കുന്നതാണ്. UK യിൽ മദ്യങ്ങൾ സുലഭമായി ലഭിക്കുന്നതും അവയ്ക്ക് നിയന്ത്രണമില്ലാത്തതുകൊണ്ട് എവിടെ ചെന്നാലും മദ്യക്കുപ്പികൾ ഏറ്റവും മുന്നിൽ കാണും. ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഓൺലൈനായി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണേലും മേടിക്കാൻ സാധിക്കും. ഷാമ്പയിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ പാത്രങ്ങളോ ഇവിടുത്തെ ഏത് വസ്തുക്കളുമാകട്ടെ ഓൺലൈനിൽ കയറിയാൽ ഇതൊക്കെ കിട്ടും. വെൽക്കം ടു പാർലമെൻറ്റ് നമ്മൾ ആദ്യം കണ്ട ഹോളിൻ്റെ ചിത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഷോപ്പിംഗ് ചെയ്യാനുള്ള വസ്തുവകകൾ ഇവിടെയുണ്ട്. അതിൽ നിന്ന് ചിലതൊക്കെയും നോക്കുന്നവരെയാണ് നാം കാണുന്നത്. ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓർമ്മയ്ക്കായി ഒരു ഫ്ലാസ്ക് ഇവിടുന്ന് വാങ്ങിയുണ്ടായി. ഇതാണ് പാർലമെൻറ്റ്. 420 പേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു ചെറിയ ഹോളാണ് ഇവിടെ ഉള്ളത്. എന്നാൽ 600 ചിലവാനും MP ഈ സ്ഥലത്തേക്ക് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പാർലമെൻറ്റ് റൈറ്റ് സൈഡിൽ ഉള്ള ഇരിപ്പിടങ്ങൾ റെഡിലും ഗ്രീൻ നിറത്തിലുള്ളത് കോമൺ ഹാളിലുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല രീതിയിലുള്ള ടൂറുകൾ വിശദീകരിക്കുന്ന ബോർഡുകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ ഭിത്തിയും അതിവിശിഷ്ടമായ കലാ ഇത് നമ്മൾ മുമ്പേ കാണിച്ച സെക്യൂരിറ്റി ഗേറ്റ് ആണ്. വെളിവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ വീണ്ടും കയറുവാൻ നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആയിരക്കണക്കിന് വിദേശികളെ ഇവിടെ വരികയും ഈ പാർലമെന്റ് സന്ദർശിക്കുകയും ചെയ്യുന്നത് മൂലം ഇവർക്ക് ഇവിടെ ഒരു നല്ല വരുമാനം തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. പാർലമെന്റ് ഹൗസിന്റെ മുന്നിലുള്ള പാർക്കാണിത്. അതിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ ഉയർന്ന ടവറും അതിൻ്റെ കൊടിയും വെച്ചിരിക്കുന്നത്. ഇതിനു ചുറ്റും തന്നെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായ ഈ സ്ഥലങ്ങൾ കാണുവാൻ ലണ്ടനിലെ മെയിൻ സ്ഥലമായ ലണ്ടൻ ഐ, ലണ്ടൻ എബി, ലണ്ടൻ ബ്രിഡ്ജ് അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അടുത്ത് തന്നെയാണ്. ബ്രിട്ടീഷ് രാജകൊട്ടാരവും ബർമിംഗ്ഹാം പാലസും എല്ലാം അടുത്ത് തന്നെയാണ്. ഇതൊക്കെ നടന്നു കാണാനുള്ള ദൂരമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ